സോ ഗൈസ്, അങ്ങനെ ബിഗ് ബോസിലേക്ക് 5 പുതിയ വൈൽഡ് കാർഡ്സ് വന്നിരിക്കുകയാണ് അല്ലേ. എല്ലാം കൂടെ ഇപ്പൊ 10-21 പേര് ഹൗസിനകത്തുണ്ട്. ഇനി ഇതിന്നൊക്കെ ആരൊക്കെ പുറത്ത് കളയും, അതെ അതെ, എന്താന്നുള്ളത് കണ്ടറിയാം. ഇപ്പൊ വൈൽഡ് കാർഡ്സ് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയോ ഫസ്റ്റ് ഡേ എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ചോദ്യം. നമ്മൾ പ്രതീക്ഷിക്കുന്നതാണല്ലോ, കാരണം ഷോയിൽ ഈ വൈൽഡ് കാർഡ്സ് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ 5 പേര് ആരൊക്കെയാണ്? മസ്താനി ഉണ്ട്, ജിഷിൻ ഉണ്ട്, പ്രവീൺ ഉണ്ട്, ലക്ഷ്മി ഉണ്ട്, സാബുമാൻ. ഈ 5 പേരാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ ഫസ്റ്റ് ഡേയില് ഇപ്പൊ എപ്പിസോഡ്സിൽ കൂടുതൽ സ്പേസ് കിട്ടിയ 2 പേർക്കാണ്. ഒന്ന് മസ്താനി, പിന്നൊന്ന് ജിഷിൻ. 5 പേരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ആക്റ്റീവായിട്ട് ഞാൻ കണ്ടത്, ലൈവ് ഞാൻ കുറച്ച് സമയം കണ്ടിരുന്നു, എനിക്ക് തോന്നുന്നു ജിഷിനാണ് കുറച്ചുകൂടെ അല്ലേ, ജിഷിനാണ് കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് കൂട്ടത്തില് നിൽക്കുന്നത്. ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും അല്ല, വെറുപ്പിക്കില്ലെന്നല്ല, പുള്ളി കറക്റ്റായിട്ട് ആൾക്കാരുടെ അടുത്ത് പറയുന്നുണ്ട്. ഇപ്പൊ അനീഷിനെ ഡയറക്റ്റായിട്ട് ടാർഗറ്റ് പുള്ളി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അക്ബറിനെ ഇന്ന് ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളി ഓൾറെഡി ഗ്രൂപ്പിസ്റ്റിനെതിരെ സംസാരിച്ചിട്ടുമുണ്ട്. എനിക്ക് തോന്നുന്നു ജിഷിൻ ഇനീഷ്യൽ ടൈമിൽ കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഉള്ളത് ഷാനവാസ്, അനുമോൾ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഓപ്പോസിറ്റ് അക്ബറിനും അല്ലെങ്കിൽ നമ്മുടെ ഒരു റന ഫാത്തിമ, അപ്പാനി ശരത്ത് ഇവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരിക്കാം, മേ ബി അനീഷ് ഉൾപ്പെടെ ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരിക്കാം മുന്നോട്ട് പോകുന്നത്. അത് കണ്ടറിയാം. പിന്നെ ഒരു ഡേ കൊണ്ട് മാത്രം നമുക്ക് വൈൽഡ് കാർഡ്സിനെ വിലയിരുത്താൻ പറ്റൂല. കാരണം ഓൾറെഡി ഇപ്പൊ ലക്ഷ്മി വൈൽഡ് കാർഡ് ആയിട്ട് വന്ന ലക്ഷ്മി ഉണ്ടല്ലോ, ലക്ഷ്മിയുടെ മനസ്സിൽ കുറച്ച് പ്ലാൻ ഉണ്ട്. ലക്ഷ്മി ഓൾറെഡി LGBT കമ്മ്യൂണിറ്റി എതിർക്കുന്ന ഒരാളാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ലക്ഷ്മി എന്ത് ചെയ്യും? ആദില നോറനെ എന്തായാലും എതിർക്കും. ആദില നോറയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വെൽക്കം ചെയ്യുമ്പോഴേ പുള്ളിക്കാരുടെ ഫേസിൽ അത് കാണുന്നുണ്ടായിരുന്നു. അല്ല, നെവിനെ മാത്രമല്ല, ഇപ്പൊ അവർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. കാരണം നെവിൻ അവിടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടൊന്നും സംസാരിക്കുന്നില്ല. നെവിൻ കമ്മ്യൂണിറ്റിയുടെ മെമ്പർ ആണെന്നോ അല്ലെന്നൊന്നും അവൻ പറയുന്നില്ല. പക്ഷെ ആദില നോറ കമ്മ്യൂണിറ്റിയെ പറ്റി അവിടെ സംസാരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ലക്ഷ്മി എന്തായാലും കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ട് സംസാരിച്ച് തുടങ്ങും. ഇന്ന് ലൈവിൽ ലക്ഷ്മി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആദില നോറയ്ക്കെതിരെ കുറച്ച് കാലങ്ങളൊക്കെ സംസാരിച്ച് തുടങ്ങിയപ്പോഴത്തേക്കും പുതിയതായിട്ട് വന്ന പ്രവീൺ ഉണ്ടല്ലോ, പ്രവീൺ അത് ജസ്റ്റ് ഇടപെട്ടതങ്ങ് ടോക്കങ്ങ് മാറ്റി. മേ ബി എന്തായാലും ആ സംസാരം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒറ്റ ഡേ കൊണ്ട് ഒരിക്കലും നമുക്ക് വൈൽഡ് കാർഡ്സിന് വിലയിരുത്താനായിട്ട് പറ്റില്ല. ഇപ്പൊ ഇന്ന് മസ്താനി വന്നിട്ട് മസ്താനി അക്ബറിനെതിരായിട്ട് കുറച്ച് സംഭവങ്ങളോടെ പൊട്ടിക്കുന്നുണ്ട്. അക്ബർ റൂൾ ബ്രേക്ക് ചെയ്ത് നോമിനേഷൻ ഡിസ്കസ് ചെയ്യുന്നുണ്ടല്ലോ, ഗ്രൂപ്പേഴ്സിനെതിരായിട്ടൊക്കെ മസ്താനി സംസാരിക്കുന്നുണ്ട്. അതേ മസ്താനി ഇന്ന് രേണു സുധിയെ പോയിട്ട് സംസാരിക്കുന്നുണ്ട്. രേണു സുധിയെ ടാർഗറ്റ് ചെയ്ത് ഗെയിം കളിക്കുന്നുണ്ട്. അത് മസ്താനി നോക്കുമ്പോഴത്തേക്കും മസ്താനിക്ക് സ്പേസ് കിട്ടും, ശരിയാണ്. മസ്താനി പറയുന്ന കാര്യങ്ങളത് വാസ്തവം ചിലപ്പോൾ ഉണ്ടായേക്കാം. പക്ഷെ അവിടെ മസ്താനി അങ്ങനെ ഒരു ഗെയിം കളിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം അങ്ങനെ കളിക്കുമ്പോൾ ഓൾറെഡി രേണു സുധി എന്ന് പറയുന്നത് അവിടെ ഇനാക്റ്റീവ് ആയിട്ടുള്ള പ്ലെയർ ആണ്. ഈ ചത്ത കിളിക്ക് കൂട് കെട്ടി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ. അതായത് രേണു സുധി എന്തായാലും അവിടെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഒരു കോണ്ടന്റും ഉണ്ടാക്കാതെ എല്ലാ ക്യാമറയിൽ നിന്ന് വഴുതി മാറി. എനിക്ക് തോന്നുന്നു മറ്റേ ഇൻവിസിബിൾ ലേഡിയാണ് രേണു സുധി അവിടെ ബിഗ് ബോസിനകത്ത്. കാരണം നമ്മള് മഷിട്ട് നോക്കിയാൽ പോലെ രേണു സുധിനെ ഒരു എപ്പിസോഡിലോ ലൈവിലോ കാണാൻ വേണ്ടി പറ്റത്തില്ല. ആ രേണു സുധിക്കെതിരെ സംസാരിച്ച് രേണു സുധിക്ക് ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുത്ത് രേണു സുധിക്ക് ഒരു കോണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു ആവശ്യം മസ്താനിക്ക് അവിടെ ഇല്ല. അപ്പൊ മസ്താനിയുടെ ആ ഒരു സ്ട്രാറ്റജി തന്നെ സത്യം പറഞ്ഞാൽ തെറ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അതിന് ആവശ്യമില്ല. ഇനാക്റ്റീവ് ആയിട്ടുള്ള പ്ലെയറിനെ പോയി ചൊറിഞ്ഞ് ആക്റ്റീവ് ആക്കി എടുക്കാനല്ലല്ലോ മസ്താനി പോയത്. മസ്താനി ചലഞ്ചർ അല്ലല്ലോ, മസ്താനി പ്ലെയർ അല്ലേ. അപ്പോ ഈ നോമിനേഷനകത്ത് ഇപ്പൊ എന്തായാലും രേണു സുധി അടുത്ത ആഴ്ച നോമിനേഷനകത്ത് ഉണ്ട്. അത് മസ്താനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഓൾറെഡി നോമിനേഷനകത്ത് ഉള്ള ഒരാള് പോകാൻ ചാൻസ് കുറെ ചാൻസ് ഉള്ള ഒരാള് കൂട്ടത്തിൽ രേണു സുധി പുറത്തു പോകാനും ചാൻസ് ഹൈ ആണ്. അങ്ങനെയുള്ള ഒരാളെ പോയിട്ട് നമ്മൾ അവിടെ ആക്റ്റീവ് ആക്കി എടുക്കേണ്ട ഒരാവശ്യം മസ്താനിക്കില്ല. മസ്താനി ആ ഗെയിം കളിക്കുന്നത് മസ്താനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗുണം ഉണ്ടാകാനും പോകുന്നില്ല. കാരണം രേണു സുധിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾക്കാർ പുറത്തുണ്ട്, ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഇനി മസ്താനി അവിടെ വാദിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. രേണു സുധി ബിഗ് ബോസിൽ കള്ളത്തരം പറയുന്നു, ഇന്റർവ്യൂവിൽ കള്ളത്തരം പറയുന്നു, സുധിച്ചേട്ടനെ ടോപ്പിക് എടുത്തിടുന്നു, വിധവാ കാർഡ്. ഇതൊക്കെ ശരിയാണ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി എല്ലാവരും ജനങ്ങൾ മനസ്സിലാക്കിയ കാര്യമാണ്. ഓൾറെഡി ജനങ്ങൾക്ക് മനസ്സിലായ ഒരു പോയിന്റ് മസ്താനി വീണ്ടും ആവർത്തിക്കുമ്പോൾ മസ്താനിക്ക് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഇനി പിന്നെ എന്താ സംഭവിക്കാൻ വേണ്ടി ഇപ്പോൾ അറിയാവോ? അപ്പൊ രേണുവിന്റെ സപ്പോർട്ട് പിന്നെയും കൂടും. ഒരു വിധവയെ പറ്റി പറഞ്ഞില്ലേ, ഒരു ഭാര്യയെ പറ്റി പറഞ്ഞില്ലേ, ഒരു അമ്മയെ പറ്റി പറഞ്ഞില്ലേ. അപ്പൊ സുധീരെ പറ്റി പറയേണ്ട ആവശ്യം പോലും അവിടെ ഇല്ല. അപ്പോ ഇത് ഓൾറെഡി അത് മസ്താനിന്റെ മണ്ടത്തരമാണ്. കാരണം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും സപ്പോർട്ട് കിട്ടാൻ വേണ്ടി പോകുന്നത് അല്ല. അപ്പോ ഇത് സംഭവിക്കാൻ വേണ്ടി പോകുന്നറിയോ? രേണു സുധിക്ക് ഇല്ലാത്ത സപ്പോർട്ട് മസ്താനി അവിടെ ഉണ്ടാക്കി കൊടുക്കുന്ന പോലെ ആയിപ്പോ. അത് മസ്താനി മാറ്റി പിടിച്ചാൽ കൊള്ളാം. പക്ഷെ ഇതേ മസ്താനി അക്ബറിനെ പോയി ടാർഗറ്റ് ചെയ്തതും അല്ലെങ്കിൽ അവരുടെ ആ ഗ്രൂപ്പിൽ സംസാരിക്കുന്നതൊക്കെ ഫൈൻ, അത് കൊള്ളാം. പക്ഷെ എനിക്ക് തോന്നുന്നൊരു കാര്യമുണ്ട്. ലാസ്റ്റ് ഇപ്പൊ നമ്മൾ 3-4 ദിവസത്തിനുള്ളിൽ കാണാൻ വേണ്ടി പോകുന്നറിയോ? ജിഷിൻ ഉണ്ടല്ലോ ഏതെങ്കിലും ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് മാറും, മസ്താനി ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് മാറും. വന്ന ഡേ തന്നെ എല്ലാവർക്കും ഒരു മെന്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്യരുത്, ഒരു സജഷൻ കൊടുത്തോണ്ട്. അല്ലെങ്കിൽ ഈ റെനയാണെങ്കിലും
അല്ലെ നൂറാണെങ്കിലും വഴക്കുണ്ടാക്കിയപ്പോ ചേട്ടാ ഇങ്ങനെയാണ് സംഭവിച്ചത്. അപ്പം പുള്ളി ഇവിടെ ജഡ്ജല്ല. അല്ല ഞാൻ പറഞ്ഞല്ലോ കൂട്ടത്തിൽ, അതായത് 5 പേരുടെ കൂട്ടത്തിൽ കുറച്ച് ഇമ്പാക്ട് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നതാണ്. എനിക്ക് തോന്നുന്നു നാളെ ഇപ്പൊ ലക്ഷ്മി എന്ന് പറഞ്ഞൊരു പ്ലെയർ പോകുന്നല്ലേ, അവര് മേ ബി കളിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അവർ ഒരു ഗ്രൂപ്പിന്റെ ബലവിലാണ് കളിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയാവോ, ഇപ്പോ അനുമോള്, ആദില, നൂറ ഇവര് ഒരു ഗ്രൂപ്പായിട്ട് കളിക്കുന്നത് ശൈത്യ ഒരു പരിധി വരെ. അപ്പൊ ഈ ഗ്രൂപ്പിനെതിരായിട്ടേ ലക്ഷ്മിക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അനുമോൾ എന്തായാലും ഈ ഗ്രൂപ്പിന് എന്തായാലും ഒന്ന് താങ്ങും. അപ്പോ ലക്ഷ്മിക്ക് അവിടെ വേറൊരാളെ ഹെൽപ്പ് ചെയ്യേണ്ടി വരും. അപ്പൊ ലക്ഷ്മിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് ആൾക്കാർ വരും. സ്വാഭാവികമായിട്ട് ലക്ഷ്മി ഒരു ഗ്രൂപ്പിലേക്ക് മാറും. എനിക്ക് തോന്നുന്നു ലക്ഷ്മി മിക്കവാറും ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നു അപ്പാനി അക്ബർ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ റന ഫാത്തിമ ഗ്രൂപ്പിലേക്ക് നോർമലി അവർ ജോയിൻ ആയി പോകും. ഇപ്പൊ ഗ്രൂപ്പ് പൊളിക്കാൻ നടന്ന ആളാണ് ഷാനവാസ്. ഷാനവാസ് ഇപ്പൊ എന്താ ചെയ്യണേ? ഷാനവാസ് ഇപ്പോ ഒണിയില് ഷാനവാസ് അബി എന്ന് പറയുന്ന ഒരു കോർ കമ്മിറ്റി അവർ ഉണ്ടാക്കി. ആ മെയിൻ ഗ്രൂപ്പിലേക്ക് ഒരു ട്രസ്റ്റ് ആയിപ്പോ അത്. ആ ട്രസ്റ്റിലേക്ക് പുതിയ ആൾക്കാർ അവർ ജോയിൻ ചെയ്യിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. ഇതാണ് വാസ്തവത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിവേ അതെന്തായാലും നമുക്ക് കണ്ടറിയാം. ഇനി ബാക്കിയുള്ള വൈൽഡ് കാർഡ്സ് പ്രത്യേകിച്ച് ഇപ്പൊ പ്രവീൺ ആയിക്കോട്ടെ, സാബു ആയിക്കോട്ടെ, അവര് കണ്ടില്ല നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അത്രേ ഉള്ളൂ, കിച്ചണിൽ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പ്രവീൺ കുറച്ച് ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയർ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഒക്കെ ഞാൻ ഫോളോ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ എനിക്കറിയാം പുള്ളി അത്യാവശ്യം സംസാരിക്കാൻ കാലിബർ ഉള്ള ഒരാളാണ്. സാബു ഒരു ഫുഡ് ബ്ലോഗറാണ്. മേ ബി അവനും പയ്യനാണ്, അവനും ചിലപ്പോൾ അതിനുള്ള കാലിബർ ഒക്കെ ഉണ്ടാവും. നമ്മളെ ഈ 5 പേരെയും നമുക്ക് ഇപ്പൊ വിലയിരുത്താനായിട്ട് പറ്റിയിട്ടില്ല. പക്ഷെ അവര് ചെയ്യുന്നില്ല, നയത്തിലെല്ലാം നോക്കിയും കണ്ട് തുടങ്ങുന്നതല്ല ഒരു കാര്യം. ഫസ്റ്റ് ഡേ അവർ അടിക്കണ്ട, പുറത്തുനിന്ന് കണ്ട് പഠിച്ച അവസാനം വന്ന് ഇവിടെ വന്ന് വെറുപ്പിക്കുന്നതാണ് ഇത് ഞാൻ കാണുന്നത്. അല്ല അതാണ് അത് മസ്താനി ചെയ്ത ഒരു പോയിന്റ് ഉണ്ടല്ലോ രേണുവിനെതിരായിട്ട്. ഉടനെ വെറുപ്പിച്ചില്ലേ? വെറുപ്പിക്കണമെന്നല്ല, ആ രേണുവിനെതിരെ ആ സാധനം മസ്താനെ അടിച്ചില്ലായിരുന്നു. അല്ല അത് ഓക്കെ, അത് ഫൈൻ, അത് നല്ലതാണ്. കാരണം ഒരു ക്യാമറയിലും പെടാതെ രേണുസുദ്ധി നടക്കുന്നത് ഇപ്പൊ രേണുസുദ്ധി പറയണത് അതിന്റെ കഴിവാണ്. അത് കഴിവേട് തന്നെയാണ്. കാരണം ഇപ്പം ബിഗ് ബോസിൽ വന്നിട്ട് തീരെ ആക്റ്റീവ് അല്ലാണ്ട് നിൽക്കുന്നത് ഒരിക്കലും കഴിവല്ല. അത് മസ്താനി പറഞ്ഞ നല്ല പോയിന്റ് ആണ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അതിനുശേഷം അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ, രേണുസുദ്ധി ഓൾറെഡി ഡെഡ് അല്ലേ. ഡെഡായ ആളെ പോയിട്ട് ആക്റ്റീവ് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചലഞ്ചർ അല്ലല്ലോ മസ്താനി. അപ്പൊ അതെനിക്ക് എന്തോ അത് മസ്താനിക്ക് തന്നെ അത് ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അക്ബറിനെ അറ്റാക്ക് ചെയ്തും ബാക്കിയൊക്കെ ഫൈൻ. ഇനിയിപ്പോ നമുക്ക് ഈ എപ്പിസോഡ് തുടങ്ങുമ്പോഴത്തേക്ക് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഒരു ഇഷ്യൂ ഉണ്ടായി. അതായത് ഇന്നലെ നൈറ്റ് അപ്പാനി ശരത്ത് ആദ്യം എന്നൊരു തെറി വിളിച്ചു. അതൊരു വലിയ തെറിയാ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് രാവിലെ തന്നെ അപ്പാന് വന്നിട്ട് ആദിലിനെ സോറ് പറയാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. പക്ഷെ ആദിലേക്ക് അത് താല്പര്യമില്ല. അത് അപ്പാനിയുടെ റോങ് ആണ്. കാരണം ഈ ബിഗ് ബോസ് ഹൗസിൽ ഞാൻ ഏറ്റവും ആദ്യം ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് അപ്പാനി അവിടെ ഒറ്റക്ക് നിന്ന് കളിക്കും, അല്ലെങ്കിൽ ഓക്കെ ഗ്രൂപ്പ് എങ്കിൽ ഗ്രൂപ്പ്. പക്ഷെ അപ്പാനിക്ക് നല്ലൊരു ഗെയിം ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ ഡേ ബൈ ഡേ സംഭവിക്കുന്ന വെച്ചാൽ അപ്പാനിയുടെ ഗെയിം ഇങ്ങനെ ഡൗൺ ആയി വീക്കായി. ഇപ്പോൾ അപ്പാനിക്ക് അവിടെ പ്രത്യേകിച്ച് ഗെയിം ഇല്ല. അപ്പാനിക്ക് ഇപ്പോൾ അവിടെ സർവൈവിങ് മാത്രമേ ഉള്ളൂ. അപ്പാനി ഇവിടെ നിന്ന് പോവുക, ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോകുന്ന ഒരാളായിട്ട് മാത്രമാണ് അപ്പാനി ഇപ്പം നിൽക്കുന്നത്. അതേ സമയത്ത് അപ്പാനിക്ക് കുറച്ചുകൂടെ ഗെയിം ഉണ്ടെങ്കിൽ ഇപ്പൊ അക്ബറിന് അവിടെ ഗെയിം ഇല്ലാണ്ടായി പോയി. അക്ബറിന് ഇപ്പോൾ നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ആളാണ് അക്ബർ. നന്നായിട്ട് പോയിന്റ് പറഞ്ഞ് സംസാരിക്കാൻ അറിയാവുന്ന, പോയിന്റ് പറഞ്ഞ ആൾക്കാരെ ഇരുത്താൻ കഴിവുള്ള ആളാണ്. പക്ഷേ 2 പേർക്ക് ഇപ്പോൾ അവിടെ ഗെയിം ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. നമ്മൾ കാണുന്നില്ല. ഇനി മേ ബി അവർക്ക് അവിടെ ഉണ്ടാവൂന്ന് എനിക്കറിയില്ല. കാരണം നമ്മൾ മൊത്തത്തിൽ എപ്പിസോഡിങ് കാണൂല. അവർ സെപ്പറേറ്റഡ് ആകുകയും ചെയ്യണം. അവരുടെ ടാർഗറ്റും കംപ്ലീറ്റ്ലി മാറ്റണം. ഇപ്പൊ വൈൽഡ് കാർഡ്സ് വന്നില്ലേ, ഇപ്പൊ വൈൽഡ് കാർഡ്സ് വരുമ്പോഴത്തേക്ക് അവർക്ക് കുറച്ചുകൂടെ വിശാലമായിട്ട് കളിക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു ജിഷിനെതിരായിട്ട് അക്ബറും അപ്പാനിയും കളിച്ചു തുടങ്ങുമെന്ന് തോന്നുന്നു. കണ്ടിട്ട് അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ അതും അവർക്ക് ഗുണം ചെയ്യൂല. കാരണം ജിഷിന് ഓൾറെഡി അപ്പൊ അനുമോളെയും ഷാനവാസിനെയും കൂട്ടുപിടിച്ച് കളിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് വീണ്ടും ആ ആർക്കെതിരെയാണോ അപ്പാനും ശരത്തും ഇതുവരെ കളിച്ചുകൊണ്ടിരുന്നത്, ആ കളി കുറച്ചുകൂടെ വലിയ ടീമിലേക്ക് ആവുന്നേ ഉള്ളൂ. അല്ലാണ്ട് കളിയിലെ രീതികളൊന്നും മാറാൻ പോകുന്നില്ല. എന്റെ അഭിപ്രായത്തിൽ കംപ്ലീറ്റ്ലി മാറിയിട്ട് അപ്പാനി ഒരു കംപ്ലീറ്റ് ഗെയിം ഒന്ന് മാറ്റി ഒന്ന് റീഫ്രഷ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് കളിക്കുന്നതായിരിക്കും അപ്പാനിക്ക് ഏറ്റവും കൂടുതൽ ബെറ്റർ ആവാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഇതിനിടയ്ക്ക് ഒരു പോയിന്റ് പറയാണ്ടിരിക്കാൻ പറ്റൂല. അനുമോളുടെ പ്ലാച്ചിക്കടവ് പാവ എന്ത് സാധനമാണ്. ഞാൻ ഇന്നലത്തെ എന്റെ റിവ്യൂലും പറഞ്ഞു. ഞാൻ ഇന്നലെ കറക്റ്റ് പ്ലാച്ചിക്കൂട്ടൻ ഞാൻ ഇന്നലെ എന്റെ കറക്റ്റ് എന്റെ റിവ്യൂല് പറഞ്ഞതാണ്. അനുമോൾ നാളെ തൊട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ആ പാവയും പിടിച്ചോണ്ട് നടന്ന് പാവ എടുത്ത് സംസാരിക്കും. ഇപ്പൊ വൈൽഡ് കാർഡായിട്ട് വന്നവര് അവിടെ വെൽക്കം ചെയ്ത സമയത്ത് എന്തോ പറഞ്ഞ സമയത്ത് പാവയെ നോക്കിക്കൊണ്ട് സംസാരിപ്പിക്കുക. ഇത് ഓൾറെഡി പറയാൻ പറ്റില്ല. അതെ, ഇത് സത്യം പറഞ്ഞ ഞാൻ പറഞ്ഞില്ല, ഇത് അനുമോളുടെ ഹോംവർക്ക് ചെയ്ത് അനുമോളുടെ ടീം അനുമോളെ പഠിപ്പിച്ച് വെച്ച ഗെയിമാണ്. ഇത് എന്തിനാണ് ചെയ്യുന്നത്? ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിച്ചപ്പോഴത്തേക്കും കഴിഞ്ഞ തവണ ശ്രീധു ഇതേപോലെ ഒരു പാവ ഉണ്ടായിരുന്നു. ശ്രീധു ഇതേപോലെ ഒരു പാവയും കൊണ്ട് മറ്റേ ഭയങ്കര ക്യൂട്ട്, അതായത് ശ്രീധു ആ സമയത്ത് ക്യൂട്ട്നെസ് വിളമ്പാനായിട്ട് പാവയിലേക്ക് ക്യൂട്ട്നെസ് വിളമ്പും. നന്ദനയ്ക്ക് ഒരു പാവ ഉണ്ടായിരുന്നു. നന്ദന ഈ സമയത്ത് ഞാൻ സായും കൂടെ ലാസ്റ്റ് ആ പാവ ഞങ്ങൾ അതൊന്നും എപ്പിസോഡിലോ ലൈവിലൊന്നും വന്നിട്ടില്ല. ഞങ്ങൾ ആ പാവ പിടിച്ച് വലിച്ച് കാരണം ഞങ്ങൾക്ക് തന്നെ
കൂറുള്ളത്. പാവനെ നോക്കി സംസാരിക്കുക, എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും പാവനെ നോക്കി ഓമനത്തെ കാണിക്കുക. ലാസ്റ്റ് എനിക്ക് തോന്നുന്നു സായി ആണെന്ന് തോന്നുന്നു പാവനെ പിടിച്ച് വലിച്ച് കീറിക്കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. ലൈക്ക് അത് എപ്പിസോഡിലും വന്നിട്ടില്ല, എനിക്ക് തോന്നുന്നു ലൈവിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്നു. അത് അവരിട്ടിട്ടില്ല അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും, അവർ വേറെ സാധനങ്ങൾ മാത്രമേ ഇട്ടുള്ളൂ. എനിവേ, അപ്പോൾ ഈ പാവ പരിപാടി പേഴ്സണലി നമ്മൾ കണ്ട് മടുത്തിട്ടുള്ളൊരു സാധനമാണ്. അതിനി ഇറക്കി അതെന്തിനാണ്? അത് ഒരു കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു പ്രിപ്പേർഡ് കണ്ടന്റ് ആണെന്നുള്ളത്, ക്യൂട്ട്നെസ്സിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇമാതിരി പരിപാടി അത് ബോറാണ്, തനി ബോറൻ പരിപാടിയാണ്. അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒട്ടും അത് ഡൈജസ്റ്റ് ആവണില്ല. എനിവേ, അതിനുശേഷം പിന്നീട് വൈൽഡ് കാർഡ്സ് 5 പേര് വരികയാണ്. അപ്പോൾ വൈൽഡ് കാർഡ്സ് വന്നപ്പോഴത്തേക്കും ബിഗ് ബോസ് ഒരു പണിയോടെ ഒപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല. വൈൽഡ് കാർഡ്സിനെ സ്വീകരിക്കാൻ വേണ്ടി നിർത്തിയാണ്. ഇപ്പോൾ ഏറ്റവും ആദ്യം ഷാനവാസാണ് ജിഷിനെ സ്വീകരിക്കുന്നത്. ഓൾറെഡി ജിഷിനും ഷാനവാസും നേരത്തെ അറിയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു ഗ്രൂപ്പ് അപ്പം തന്നെ ബിൽഡ് ആവും, അവർക്കിടയിൽ ഒരു ബോണ്ട് ബിൽഡ് ആവും. ഇപ്പൊ റെന ഫാത്തിമയും നമ്മുടെ മസ്താനി നേരത്തെ അറിയാവുന്ന ആൾക്കാരാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്കിടയിലും അവിടെ ഒരു ഗ്രൂപ്പ് നോർമലി ബിൽഡ് ആവും. ആരിനും സാബു എനിക്കറിയില്ല, അവർ തമ്മിൽ അറിയാവുന്ന മേ ബി അതുകൊണ്ടായിരിക്കാം. അതെനിക്ക് നെവിന് ലക്ഷ്മിയും വന്നത് ഓപ്പോസിറ്റ് ആണ്. ലക്ഷ്മിക്ക് എന്തായാലും നെവിനെ വലിയ താല്പര്യമില്ല. അതിനുശേഷം ബിഗ് ബോസ് കൊടുത്തൊരു ടാസ്ക് കൊള്ളാം. അതായത് നൈസായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആൾക്കാരും വന്നിട്ട് പറയണം ഹൗസിൽ ഇനാക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന ആള്, ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആള്, ന്യൂട്രൽ ആയിട്ട് നിൽക്കുന്ന അങ്ങനെ സംഭവം കൊടുത്തപ്പോഴത്തേക്കും കറക്റ്റ് ആയിട്ട് ഒട്ടുമിക്ക ആൾക്കാരും തന്നെ കറക്റ്റ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നെവിനാണ് എവിടെയും പെടാതെ പോയത്. നെവിന്റെ ഭാഗ്യം കൊണ്ട് പെട്ടില്ല എന്ന് ഞാൻ പറയുള്ളൂ, കാരണം നെവിൻ ഒരിക്കലും ഗ്രൂപ്പിന്റെ ഭാഗമാണെന്ന് പറയാൻ പറ്റില്ല. നെവിൻ ന്യൂട്രൽ അല്ല, നെവിൻ പല ഗ്രൂപ്പിന്റെ ഭാഗമാണ്. നെവിൻ ന്യൂട്രൽ ഡബിൾ സ്റ്റാൻഡ് ആണ്. ഐ മീൻ ഇത് കിട്ടും, പല ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടാണ് നെവിൻ എപ്പോഴും കാണുന്നത്. അതായത് ഇപ്പൊ നെവിൻ ചില സമയങ്ങളിൽ ഷാനവാസിന്റെ ഗ്രൂപ്പിലുണ്ടായിരുന്നു കുറച്ച് മുന്നേ, അപ്പാനയുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നു കുറച്ച് മുന്നേ, തുടക്കത്തിൽ അനുമോളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നു, പിന്നീട് ജിസേലിന്റെ ഗ്രൂപ്പിൽ ഉണ്ട്. അപ്പം നെവിൻ പല ഗ്രൂപ്പിന്റെ ഭാഗമാണ്. ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് എപ്പോഴും നെവിൻ നിൽക്കാത്തതുകൊണ്ടാണ്. പിന്നെ നെവിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിസിബിൾ ആയ ഒരു കാര്യമുണ്ട്. ആദില, നോറ അവര് നെവിനെ ഇപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നെവിൻ അവരെ മുമ്പ് പിടിച്ചിരിക്കാനായിട്ട് പറ്റണില്ല. ഇപ്പൊ നൂറ എന്ന് പറയുന്ന പെൺകുട്ടി ആദില നൂറയായിട്ട് ഒരുമിച്ച് നിന്ന സമയത്ത് നൂറ അതിൽ ആക്റ്റീവ് അല്ലായിരുന്നു. ആദ്യത്തെ ഒരു 3 ആഴ്ച നൂറ ആക്റ്റീവേ അല്ല. ഇപ്പൊ ലാലേട്ടൻ പറഞ്ഞു നൂറ ആക്റ്റീവ് അല്ല, ഹൗസ് മേറ്റ്സ് പറഞ്ഞു നൂറ ആക്റ്റീവ് അല്ല. ലാസ്റ്റ് എല്ലാവരും പറഞ്ഞു നൂറനെ ആക്റ്റീവ് ആക്കി. നൂറനെ ആക്റ്റീവ് ആക്കിയപ്പോൾ നൂറാണെങ്കിൽ വാദമില്ലാതെ സംസാരിക്കുന്നുണ്ട്. അല്ല, പക്ഷെ നൂറയുടെ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് അറിയാം, നൂറ അവിടെ സെലക്റ്റീവ് ആയിട്ടാണ് നൂറ അറ്റാക്ക് ചെയ്യുന്ന ആൾക്കാർ. അതായത് നൂറ ഇപ്പോൾ റെന ഫാത്തിമനെ അറ്റാക്ക് ചെയ്യാറുണ്ട്. നൂറൊക്കെ നന്നായിട്ട് അറിയാം റെന ഫാത്തിമ ഒരിക്കലും തൻ്റെ അടുത്ത് പറഞ്ഞ് ജയിച്ച് നിൽക്കൂല. അത് നൂറ കൃത്യമായിട്ട് അറിയാം. നൂറയുടെ മനസ്സിൽ പ്ലാൻ ഉണ്ട്. ഇപ്പൊ റെന ഫാത്തിമനെ പറഞ്ഞു തോപ്പിക്കാൻ പറ്റും. അപ്പൊ നൂറയ്ക്ക് അത് പ്ലസ് ആയിട്ട് മാറും. ഇനിയിപ്പോ നെവിനെ പറഞ്ഞു തോപ്പിക്കാൻ ഭയങ്കര ഈസിയാണ് ഒരാൾക്ക്. അപ്പോൾ അത് നൂറയ്ക്ക് എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ നൂറയ്ക്ക് പ്ലസ് കിട്ടും, ഒരു മേൽക്കോയ്മ കിട്ടും എന്നുള്ള ആൾക്കാരെയാണ് നൂറ അവിടെ ടാർഗറ്റ് ചെയ്യുന്നത്. ഇതേ നൂറ പോയിട്ട് ശരത് അപ്പാനെ എടുത്ത് വലിയ റേസ് ആയിട്ട് സംസാരിച്ച മേ ബി ശരത് അപ്പാനെ പോയിട്ട് അക്ബറിന്റെ അടുത്ത്, അക്ബർ കുറച്ചുകൂടെ പോയിന്റ് വെച്ച് സംസാരിക്കുന്ന ആളാണ്. അത് എനിക്ക് പിടിച്ചിരിക്കാൻ വേണ്ടി തോന്നില്ല. ഇനി എൻ്റെ ഒരു ഊഹം ശരിയാണെന്നുണ്ടെങ്കിൽ LGBT ആ ഒരു കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ട് കളിക്കാൻ വേണ്ടി വന്നേക്കുന്ന ലക്ഷ്മിയാണ്. ലക്ഷ്മി കുറച്ചുകൂടെ ബോൾഡ് ആയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ, ഞാൻ കുറച്ച് സമയം അവർ സംസാരിച്ച് ഞാൻ കണ്ടുള്ളൂ, പക്ഷെ അവർക്കൊരു ബോൾഡ്നെസ് ഉണ്ട്. ആ ബോൾഡ്നെസ് ഉള്ള ഒരാളുടെ അടുത്ത് നൂറയ്ക്കോ അതിലേക്കോ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് ഡൗട്ടാണ്. അപ്പോൾ പക്ഷെ നൂറ അത് ബുദ്ധിപൂർവ്വമാണ് ചെയ്യുന്നത്. കാരണം നിങ്ങളത് എത്ര പേര് ശ്രദ്ധിച്ചോണെന്ന് എനിക്കറിയില്ല, നൂറ തന്നേക്കാൾ വീക്ക് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്ത് അവരെ പക്കയായിട്ട് അറ്റാക്ക് ചെയ്യും, അവരെ നന്നായിട്ട് അറ്റാക്ക് ചെയ്യും. അപ്പൊ നമുക്ക് മൊത്തത്തിൽ വിചാരിക്കുന്ന നൂറ ഭയങ്കര ആക്റ്റീവാണ്, നൂറയ്ക്ക് ഭയങ്കര ഒരു ബോൾഡ്നെസ് ഉണ്ട്, നൂറയുടെ ആർക്കും പറഞ്ഞു തോപ്പിക്കാൻ പറ്റില്ല എന്നൊരു തോന്നൽ പ്രേക്ഷകർക്കിടയിൽ ഉണ്ടാവും. അത് നൂറയുടെ ബ്രില്യൻസിയാണ്. ആ ബ്രില്യൻസി അവിടെ തീർക്കണമെന്നുണ്ടെങ്കിൽ നൂറയേക്കാൾ കപ്പാസിറ്റി ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഹൗസിലുണ്ട്, അവർ നൂറ അറ്റാക്ക് ചെയ്യണം. അപ്പൊ സ്വാഭാവികമായിട്ട് നൂറ അവിടെ ഡൗൺ ആണെന്ന് കാണിക്കാൻ വേണ്ടി പറ്റും. അതായത് നൂറയ്ക്ക് ആദില നൂറ എന്ന് പറയുന്ന 2 പിള്ളേര്, പക്ഷെ ആക്ച്വലി അവിടെ സംഭവിച്ചു ഇവര് തമ്മിൽ തെറ്റുന്നൊക്കെ അവരുടെ കോണ്ടന്റ് ആണ്. അതൊക്കെ അവർ പ്ലാൻ ചെയ്യും. അത് 100% അവർ നാളെ വഴക്കുണ്ടാക്കും. കാരണം എന്നാലും അവർക്ക് ഗുണം ഉണ്ടാവുള്ളൂ. നിങ്ങൾ നിലച്ച് നോക്കിയാൽ മതി, അവർ തമ്മിൽ തെറ്റാണ്ട് 100 ദിവസം പോകുന്നതിനേക്കാൾ എന്തുകൊണ്ടും അവർക്ക് ബെറ്റർ എന്താ? തെറ്റുന്നതാ. തെറ്റുമ്പോഴത്തേക്കും അവരിൽ ഒരാള് ടോപ്പ് 5 പോകും, 100% പോകും. അവർ 2ആയിട്ടാണ്. പക്ഷെ 2ആയിട്ട് ഇപ്പൊ അവർക്ക് എക്സ്ട്രാ ലോട്ടറി അല്ലേ പഠിച്ചേക്കുന്നത്. ഒരുമിച്ച് നിന്ന ആൾക്കാര് അവർ 2 പേരും വീക്കായിട്ടാണ് കളിച്ചിരുന്നെങ്കിൽ അവര് എവിക്ട് ചെയ്യുമ്പോൾ 2 പേരും പോകും. ഇതിപ്പോ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? 2 പേർക്ക് 2 കൈൻഡ് ഓഫ് ഓഡിയൻസും 2 കൈൻഡ് ഓഫ് വോട്ടും ഉണ്ടാവും. ഈ വോട്ട് നാളെ ഇപ്പോൾ ഒരാളെ വിറ്റായി പോയി കഴിഞ്ഞാൽ വോട്ട് മൊത്തം വേറൊരാളിലേക്ക് വരും.
അപ്പോൾ അവർ ടോപ്പ് 5 വരെ പോവാം. സ്പ്ലിറ്റ് ആകുന്നുണ്ടെങ്കിൽ എന്താ, ഇപ്പൊ ഇനിഷ്യൽ ടൈം അല്ലേ, ഇനിഷ്യൽ ടൈമിൽ തന്നെ സ്പ്ലിറ്റ് ആയിട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ എത്രയോ ആൾക്കാർ വേറെ ഉണ്ട്, അവർ പുറത്താവില്ല. കാരണം അവരെക്കാൾ വീക്ക് ആയിട്ടുള്ള എത്ര ആൾക്കാരുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, അവിടെ നൂറ എന്തുകൊണ്ട് ഈ ആഴ്ച ആക്റ്റീവായി, നോമിനേഷൻ വന്നപ്പോൾ തന്നെ എന്തുകൊണ്ട് ആക്റ്റീവായി, അത് ഇത്രേ ഉള്ളൂ. നോമിനേഷൻ വന്നപ്പോഴത്തേക്കും അവർ രണ്ട് ഗ്രൂപ്പ് ആയപ്പോഴത്തേക്കും മനസ്സിലായി നീ കളിച്ചില്ലെങ്കിൽ ശരിയാവില്ല. അതാണ് ഞാൻ പറഞ്ഞത്, അവർ ടാർഗറ്റ് ചെയ്യുന്നത് വെൽ പ്ലാൻഡ് ആയിട്ടാണ്. നൂറ ടാർഗറ്റ് ചെയ്യുന്നത് തന്നെക്കാൾ വീക്ക് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം നോക്കിയിട്ടാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. അല്ലാത്ത ആൾക്കാരെ ടാർഗറ്റ് ചെയ്യാറില്ല. അത് പൊളിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ അവരെക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ അവരെ ഈസിലി ടാർഗറ്റ് ചെയ്യാം. ഇപ്പൊ എത്ര പേർക്ക് അവരെ ടാർഗറ്റ് ചെയ്യാം, അവരുടെ ഗെയിമിനെ ടാർഗറ്റ് ചെയ്യാം. അത് ഇവിടെ ആരുമേ ചെയ്യുന്നില്ല. അത് അവരുടെ മണ്ടത്തിലാണ്, ഹൗസ് മേറ്റ്സിന്റെ മണ്ടത്തിലാണ്. കാരണം രണ്ടുപേരായിട്ട് അവർ രണ്ടുപേർക്കും മേ ബി ഒരു കൈൻഡ് ഓഫ് വോട്ട്, അതായത് രണ്ടുപേരെയും മ്യൂച്വലി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്. ഇപ്പോൾ വോട്ട് ഇപ്പോൾ ഇവള് പറഞ്ഞ പോലെ വോട്ട് സ്പ്ലിറ്റ് ആകാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ രണ്ടുപേരെ എന്ത് ചെയ്യുക, രണ്ടുപേരെയും ടാർഗറ്റ് ചെയ്ത് കളിക്കുക. അപ്പൊ അതിൽ കമ്പാരിറ്റീവ് ഒരാൾ വീക്കും ഒരാൾ സ്ട്രോങ്ങും ആകുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് ഇവരൊരാൾ എവിക്റ്റ് ആയി പോയി കഴിഞ്ഞാൽ അവർ ഡൗൺ ആവും. കംപ്ലീറ്റ് ഡൗൺ ആവുന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ബിഗ് ബോസ് വന്നു കഴിഞ്ഞാൽ അതിലൊരാൾ എവിക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മേ ബി അവർക്ക് എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ സ്ട്രോങ്, കാരണം എല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരാൾ പോയെന്നൊരു തോട്ടുണ്ടാവും. പക്ഷെ അത് ഒരുപാടൊന്നും ബാധിക്കാനൊന്നും പോകുന്നില്ല. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു ഭാര്യയും ഭർത്താവും വീട്ടിൽ വഴക്കുണ്ടാക്കാറില്ലേ? ഒബിയസ്ലി വഴക്കുണ്ടാവും. അതേപോലെ ഇവരിപ്പോ എന്താണ്, ഇവർ ഒരുമിച്ച് കപ്പിൾസ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്, ഭാര്യ ഭർത്താക്കന്മാരെ പോലെ തന്നെ. അപ്പോൾ ആദ്യം നോറയും ബിഗ് ബോസ് ഹൗസിനകത്ത് വെച്ച് വഴക്കുണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് അതൊരു വലിയ ആന കാര്യമൊന്നുമല്ല. വീട്ടിൽ അവരിപ്പോ നോർമൽ ലൈഫിൽ ഒരു വഴക്കുണ്ടാക്കത്തില്ലേ, അവർക്ക് രണ്ട് അഭിപ്രായങ്ങൾ വരില്ലേ, അത്രേ ഉള്ളൂ. അത് ബിഗ് ബോസ് ഹൗസിൽ വെച്ച് വഴക്കുണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രോബ്ലം ഒന്നും ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യണില്ല. എനിവേ എന്തായാലും മുന്നോട്ട് പോട്ടെ. പിന്നെ ബിഗ് ബോസ് ഈ ആഴ്ച എന്തായാലും അനുമോൾക്കും ജിസയിലും നല്ലൊരു സ്പേസ് കിട്ടും എപ്പിസോഡിൽ. കാരണം രണ്ടുപേര് ഈ ആഴ്ച ജയിലിൽ 2 മണിക്കൂർ വെച്ച് കിടക്കും. അത് 2 മണിക്കൂറുണ്ട്. അപ്പൊ അവിടെ ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് തോന്നിയൊരു കാര്യം ഉണ്ടായിരുന്നു. ജിസയില് ജയിലിലേക്ക് കയറുന്ന സമയത്ത് തന്നെ ജിസയില് പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ എന്തായാലും ഇന്ന് അനുമോളെ ആദ്യം ഒന്ന് പ്രൊവോക്ക് ചെയ്യും. അതുകൊണ്ടാണ് മേക്കപ്പ് ഐറ്റംസ് ഒക്കെ എടുത്തോണ്ട് ജിസയിലകത്ത്. അതെ, അപ്പൊ അത് ജിസയിൽ അറിയാം, ഹൗസിൽ വെച്ച് നൈസായിട്ടൊന്ന് അനുമോളെ ടാർഗറ്റ് ചെയ്യണം, അനുമോളെ ഒന്ന് പ്രൊവോക്ക് ചെയ്യണം എന്നുള്ളത്. ഇനി ഫസ്റ്റ് ചെയ്തത് മിറർ നോക്കിയാ ലിപ്സ്റ്റിക് ഇടുന്നു, പിന്നെ വേണോ ഇതിനകത്ത് വേറൊരു വലിയൊരു സംഭവം ഉണ്ട്, അതറിയോ? അനുമോള് ജയിലിൽ വെച്ചിട്ട് ജിസയിൽ സംസാരിക്കുമ്പോൾ ജിസയിൽ ഇങ്ങനെ ബോൾഡായിട്ടും അനുമോള് കുറച്ച് താന്നുമാണ് സംസാരിക്കുന്നത്. അനുമോള് പുറത്ത് വെച്ച് സംസാരിക്കുമ്പോൾ അനുമോൾക്ക് വന്നിട്ട് അറിയാം, എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആതിര നോറ വരും, അല്ലെങ്കിൽ ശൈത്യ വരും. ഈ തോട്ട് അനുമോളുടെ മനസ്സിലുണ്ട്. ജയിലിനകത്താകുമ്പോഴത്തേക്കും പുറത്താണ് ആൾക്കാരൊക്കെ. പക്ഷെ ജിസയിലിന് അനുമോളേക്കാൾ സ്കോർ ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടെന്ന് ഇന്നത്തെ ലൈവ് കണ്ട ആൾക്കാർക്ക്, എപ്പിസോഡ് കണ്ട ആൾക്കാർക്ക് മനസ്സിലാകുന്നുണ്ട്. ജിസയിൽ ആ കഴിവ് കുറച്ചുകൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ജിസയിലിന്റെ ഗെയിം ഭയങ്കര ഇഷ്ടമാണ്. കാരണം ജിസയിൽ അവിടെ പേഴ്സണൽ ടാർഗറ്റ് അല്ല ചെയ്യുന്നത്, ജിസയിൽ ഗെയിമിലൂടെയാണ് ഒരാൾക്കാരെ ടാർഗറ്റ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് ഉണ്ട്, ജിസയിൽ സ്റ്റാൻഡേർഡ് വിടില്ല, ജിസയിൽ സ്റ്റാൻഡേർഡ് വിടാതെ കളിക്കുള്ളൂ. അത് നല്ലതാണ്. അപ്പം ഈ എന്തായാലും അനുമോക്കും ജിസയിലിനും ഈ ആഴ്ച മൊത്തം സ്പേസ് കിട്ടും. എല്ലാ എപ്പിസോഡിലും അവരുണ്ടാവും. ജയിലിൽ കിടക്കുന്ന സമയത്തെങ്കിലും ഉണ്ടാവും, ലൈവിൽ അവർക്ക് നല്ല സ്പേസ് കിട്ടും. അപ്പോൾ അത് അവർ കൃത്യമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ ജിഷിൻ അവിടെ ആര്യനായിട്ട് നന്നായിട്ട് ഊക്കുന്നുണ്ടായിരുന്നു. ആര്യനെ മാത്രമല്ല പല ആൾക്കാരെ ഇപ്പോൾ കുളിമുറിയിൽ വെച്ചിട്ട് ആര്യനവിടെ എന്തോ കഴുകിക്കൊണ്ടിരിക്കുക, നീ എന്താ പാവാട കഴുകിക്കൊണ്ടിരിക്കുകയാണെന്ന് വെച്ചിട്ട് ഈ സീസണിൽ ആര്യനെ പറ്റി കാര്യം പറയാണ്ടിരിക്കാൻ പറ്റൂല. അതുകൊണ്ട് എല്ലാവർക്കും അറിയാം, ഇത്രയും ഇമ്മച്ചുവേർഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ വേറെ വന്ന് കാണത്തില്ല. കാരണം ആര്യൻ നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട്, അതായത് ഇന്ന് ബിഗ് ബോസിലുള്ള എല്ലാ ആൾക്കാർക്കും ആര്യനെ ഈസി ആയിട്ട് പറഞ്ഞിരുത്തി കളയാൻ വേണ്ടി പറ്റും. കാരണം ആര്യൻ ഒന്ന് പറഞ്ഞ് രണ്ടാമത് ആര്യൻ മാറ്റി പറയും, അല്ലെങ്കിൽ ആര്യൻ അനാവശ്യമായിട്ട് ഷൗട്ട് ചെയ്യും, അല്ലെങ്കിൽ ആര്യന്റെ കയ്യിൽ നിന്ന് കളയും, ആര്യൻ എന്തൊക്കെയെങ്കിലൊക്കെ വിവരക്കേട് വിളിച്ചാൽ. അതുകൊണ്ട് ആര്യനെ ആർക്കും ടാർഗറ്റ് ചെയ്ത് ഗെയിം കളിക്കാൻ പറ്റുന്ന ഒരാളാണ്. ഈസിലി ടാർഗറ്റിംഗ് ആണ് ആര്യൻ. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സ്കോർ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നേരെ ആര്യനിലേക്ക് പോയാൽ മതി. ആര്യന് പറഞ്ഞു നിൽക്കാനുള്ള കഴിവില്ല, പോയിന്റ്സ് പറയാൻ പറ്റൂല, നല്ല ഡയലോഗ്സ് പറയാൻ പറ്റൂല, ഒന്നും ബോൾഡായിട്ട് സംസാരിക്കാൻ പറ്റൂല. ഇന്ന് പറയുന്നത് നാളെ മാറ്റി പറയുകയും ചെയ്യും. ഇനി ജിസയിലും ആര്യനും അവർ നല്ല ഫ്രണ്ട്സ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ജിസയിലിന് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ആര്യനിൽ നിന്ന് ആ ഫ്രണ്ട്ഷിപ്പ് മാറി ജിസയിൽ ഒറ്റക്ക് കളിച്ചു കഴിഞ്ഞാൽ, കാരണം ജിസയിലിന് അവിടെ പ്രത്യേകിച്ച് വേറെ ഗ്യാങ് ഒന്നും ഇല്ല. ഉണ്ട് ജിസയിലിന് ആര്യനോട് നല്ല സോഫ്റ്റ് കോർണർ ഉണ്ട്. അതൊന്ന് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ അത് ജിസയിലിന് ഒരുപാട് ഗുണം ചെയ്യുകയും ചെയ്യും. ഇനി ഷാനവാസ് ഗ്രൂപ്പിനെ പറ്റി ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഷാനവാസ് നേരെ വന്നിരുന്ന് ഒണിയിൽ വാ,
അഭിശ്രീവ നമുക്ക് ഗ്രൂപ്പായിട്ട് നമുക്ക് കുറച്ചു നേരം സംസാരിക്കാം, നമുക്ക് കുറച്ചു നേരം ടാർഗറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമുക്ക് ഗ്രൂപ്പായിട്ട് അവരുടെ ഗ്രൂപ്പിനെ കുറ്റം പറയാം. അത് വെറുതെ ഒരു എന്തിനാണ് അത് ഷാനവാസിന് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഷാനവാസിന് 2 ആഴ്ചയോടെ പോയി കഴിഞ്ഞാൽ പുള്ളി മറ്റേ ഗ്രൂപ്പ് അഡ്മിനായിട്ട് മാറി അവിടെ നിന്നെല്ലാം നിയന്ത്രിക്കുന്ന ഒരാളായിട്ട് മാറും. അതിന്റെ ഒരു ആവശ്യം ഷാനവാസിന് ഇല്ല. പിന്നെ ഈ റെന ഫാത്തിമയുടെ കാര്യം പറയാറുണ്ട് കേട്ടോ. ഇന്നത്തെ എപ്പിസോഡിൽ കുറച്ച് അധികം സംഭവങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. റെന ഫാത്തിമയുടെ വായിന്ന് വരുന്ന എല്ലാം ഭയങ്കര മണ്ടത്തരങ്ങളാണ്. അത് പറയാണ്ടിരിക്കാൻ പറ്റൂല. ബോയ് ഫ്രണ്ടിനെ ഷെയർ ചെയ്യണമെന്നൊക്കെ പോയിട്ട് ചോദിച്ചു. അതൊക്കെ എന്ത് വിട്ട് ചോദ്യങ്ങളാണ്. അങ്ങനെയൊക്കെ ബോധമുള്ള ആരെങ്കിലും പോയിട്ട് സംസാരിക്കുമോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു പോയിന്റ് ഓപ്പോസിറ്റ് ഒരാൾ സംസാരിക്കുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ പോലും റെന ഫാത്തിമ കഴിയാതെ ആതിര നോറ എടുത്ത് നിന്ന് കരയെന്നാണ് നമ്മൾ കണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, ആതിര നോറ ഇങ്ങനെയുള്ള പോയിന്റ് ഒക്കെ എടുത്തിടുന്നത് റെന ഫാത്തിമനെ ടാർഗറ്റ് സംസാരിക്കുന്നതൊക്കെ കാരണം അവർക്ക് അറിയാം റെനയെ ഈസിലി തോപ്പിക്കാൻ പറ്റുമെന്ന് നന്നായിട്ട് അവർക്ക് അറിയാം. അതൊരു അവരുടെ രണ്ടുപേരുടെയും കഴിവാണ്. ആ 2 പിള്ളേരും അത് നൈസായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അവരുദ്ദേശിച്ച പോലെ ലാസ്റ്റ് എന്ത് ചെയ്തു, റെന അവിടെ നിന്ന് കരയുന്നു. അപ്പൊ അവരുടെ പ്ലാൻ അവിടെ ജയിച്ചു. കാരണം റെനയ്ക്ക് സംസാരിച്ച് നിൽക്കാനുള്ള കഴിവില്ലെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. റെനയാണെങ്കിൽ മണ്ടത്തരങ്ങൾ വാവിളിച്ച് പറയുകയും ചെയ്യും. അതൊരു ഇതാണ്. അപ്പൊ അത് ഇവരെ എനിക്കൊന്ന് ലക്ഷ്മി ആയിരിക്കും മേ ബി അത് അറിഞ്ഞു കളിക്കാൻ വേണ്ടി പോകുന്നെന്ന് എനിക്ക് ഫീൽ ചെയ്യും. പിന്നെ ലാസ്റ്റ് എപ്പിസോഡ് തീർന്നപ്പോഴത്തേക്ക് ഒരു സംഭവം ഉണ്ടായി. അതില് എനിക്കതിനോട് ഇപ്പൊ ഞാൻ പറയുന്ന എത്ര പേർക്ക് യോജിക്കാൻ പറ്റുന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ആര്യനും ജിസയിലും ഒരുമിച്ച് കിടക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഞാൻ എന്റെ വീഡിയോക്കകത്ത് എവിടെയും ഞാൻ ആര്യനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുമല്ല. ഞാൻ എല്ലാം നിഷ്പക്ഷമായിട്ടാണ് ഞാൻ മാക്സിമം എന്റെ എല്ലാ വീഡിയോക്കകത്ത് സംസാരിക്കാറുള്ളത്. ഇപ്പൊ ജിസയിലിനെയും കുറ്റം പറയേണ്ട സ്ഥലത്ത് ഞാൻ ജിസയിലിനെ കുറ്റം പറഞ്ഞിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്യേണ്ട ഭാഗത്ത് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അവരൊരുമിച്ച് കിടക്കുന്നത് ആര്യനും ജിസയിലാണ് ഒരുമിച്ച് കിടക്കുന്നത്. അതിന് ആര്യനും കംപ്ലൈന്റ് ഇല്ല, ജിസയിലിനും കംപ്ലൈന്റ് ഇല്ല. ഇതുവരെ സോഷ്യൽ മീഡിയയിൽ ആര്യന്റെ വീട്ടുകാരും ജിസയിലിന്റെ വീട്ടുകാരും കംപ്ലൈന്റ് ആയിട്ട് വന്നിട്ടുമില്ല. ബിഗ് ബോസ് ഇതുവരെ ആര്യൻ ജിസയിൽ നിങ്ങൾ ഒരുമിച്ച് കിടക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കഴിഞ്ഞ വർഷം ഇപ്പൊ എന്റെ സീസണിനകത്ത് ഞാൻ ഉണ്ടായിരുന്ന സീസണിനകത്ത് ഡെൻ എന്ന് പറഞ്ഞിട്ട് റൂം ഉണ്ടായിരുന്നു. ഐ തിങ്ക് ഡെൻ ആണോ എന്നാണ് എന്റെ വിശ്വാസം. നെസ്റ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന റൂം. അപ്പൊ അവിടെ എല്ലാ ബെഡും കൂടെ അടുപ്പിച്ചടുപ്പിച്ച 5 പേർക്ക് കിടക്കാൻ പറ്റുന്ന ബെഡാണ്. അതിൽ സെപ്പറേഷൻ ഒന്നും ഇല്ല, ഒരു ബെഡിന്റെ ഇടയിൽ ഗ്യാപ്പ് ഒന്നും ഇല്ല, എല്ലാ ബെഡും അടുപ്പിച്ചടുപ്പിച്ച. അവിടെ 5 പേര് കിടക്കാൻ പറ്റുന്ന ആണും ഉണ്ടാവും പെണ്ണും ഉണ്ടാവും. അപ്പൊ എന്താ ആണും പെണ്ണും ഒരുമിച്ച് കിടക്കണം പറഞ്ഞൂടെ? ലൈക്ക് ഇനിയിപ്പോ ഇത് പറയാം സെപ്പറേറ്റ് ബെഡ് അല്ലേ, വേറെയും ബെഡുകൾ ഉണ്ടല്ലോ, അപ്പൊ എന്തിനാണ് ഇങ്ങനെ ഒരുമിച്ച് കിടക്കുന്നത്? അത് ഞാൻ പറഞ്ഞു. ബിഗ് ബോസ് ഇത് അനൗൺസ് ചെയ്തോ അങ്ങനെ കിടക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് ആരും ചോദ്യം ചെയ്യുന്നില്ല. ഇത് അവർക്ക് അവിടെ എത്ര 10-72 ക്യാമറ ഉണ്ട് അതിനകത്ത്. ഓക്കെ, കിടക്കുന്ന അവർക്ക് പ്രശ്നമില്ലെങ്കിൽ കണ്ടു നിൽക്കുന്ന അനുമോൾക്കും ഷാനവാസിനോടെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഊള കണ്ടന്റാണെന്ന് ഞാൻ പറയുള്ളൂ. അത് ചിലപ്പോൾ ഞാൻ പറയുന്നത് ചിലപ്പോൾ ഇവക്കുൾപ്പെടെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. കിടക്കുന്ന ആൾക്കാർക്ക് കുഴപ്പമില്ലെങ്കിൽ കാണുന്നവർക്ക് എന്താ ഇത്ര പ്രശ്നം? അവരെന്താണ് ഇത് അതായത് അവരുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കിടക്കുന്നു, അയ്യോ ഒരാണും പെണ്ണും കൂടെ കിടക്കുന്നു, നമ്മുടെ സമൂഹത്തിൽ റോങ് മെസ്സേജ് അല്ല കൊടുക്കുന്നത്, അതൊന്നും അവരുടെ ഉദ്ദേശം. അവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു അവരെ റോങ് ആക്കുക, ഇതൊരു കോണ്ടന്റ് ആക്കി മാറ്റുക. അതായത് ഇവർക്ക് അറിയാം ഫാമിലി ഓഡിയൻസിന്. അത് നിങ്ങൾ എന്തുകൊണ്ടാണ് അതിനെ ഞാൻ സപ്പോർട്ട് എന്താണെന്നറിയാവോ? ഇവിടെ അനുമോൾ ഇത് കുലസ്ത്രീ ഗെയിമാണ് അനുമോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അനുമോളുടെ കുലസ്ത്രീ ഗെയിമിനെ പറ്റി എനിക്ക് ഒരു രീതിയിൽ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല, കുലസ്ത്രീ പരിപാടി. കാരണം അത് സമൂഹത്തിന് ഒരു രീതിയിലും നല്ലൊരു മെസ്സേജ് കൊടുക്കുന്ന ഒരു പരിപാടിയല്ല. അതായത് ഭർത്താവിന്റെ കീഴിൽ കാല് തൊട്ട് വന്നിച്ചൊരു ഭാര്യ മാറി നിൽക്കണം എന്നുള്ള കോൺസെപ്റ്റുമായിട്ട് വരുന്ന അനുമോളെ ഒന്നും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഇനി ഷാനവാസ് അവിടെ കളിക്കുന്ന ഗെയിം എന്ന് പറയുന്നത് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഷാനവാസ് ആൾക്കാരെ പറഞ്ഞിരുത്തുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ ടാർഗറ്റ് ചെയ്യുന്ന അപ്പാന് വീണ് പോയിട്ടുണ്ട്. പക്ഷെ അതും ഒരിക്കലും ഒരു നല്ല കോണ്ടന്റ് അല്ല. ഷാനവാസ് ജിസയിലെ വസ്ത്രധാരണത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്, അപ്പാനി ശരത്ത് ഇവിടെ പെരുമാറുന്ന പെണ്ണുങ്ങളോട് പെരുമാറുന്ന രീതിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതൊരു നല്ല കോണ്ടന്റ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ട്. അപ്പൊ ഇവര് രണ്ടുപേരാണ് മെയിൻ ആയിട്ട് ജിസയിലും ആര്യനും കിടന്നുറങ്ങുന്നതിനെ പറ്റി സംസാരിക്കുന്നത്. എന്ത് കാര്യത്തിന് അങ്ങനെ നിങ്ങൾ ഹിന്ദി ബിഗ് ബോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എന്ത് പറയും? അവിടെ എല്ലാവരും ഇങ്ങനെ തന്നെയാണല്ലോ കിടന്നുറങ്ങുന്നത്. അപ്പൊ അവർക്ക് കുഴപ്പമില്ല, ബിഗ് ബോസിന് കുഴപ്പമില്ല, അവിടെ വീട്ടുകാർ ഇതിൽ കംപ്ലൈന്റ് ആയിട്ട് വന്നിട്ടില്ല. പിന്നെ ആർക്കാണ് ഇത്? മറ്റേ പറഞ്ഞിട്ട് പറയുന്നല്ലോ, വെടി വെച്ചവനും തീ കൊടുത്തവനും കുഴപ്പമില്ല, ശബ്ദം കേട്ടവനാണ് പ്രശ്നം. അത് എന്ത് കാര്യത്തിന്? ഇതൊക്കെയാണോ ഒരു കോണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇങ്ങനെയുള്ള കോണ്ടന്റ് പൊക്കി പിടിച്ച് വരുമ്പോഴത്തേക്കും ഇവർക്ക് നന്നായിട്ട് അറിയാം ഇവരെ സപ്പോർട്ട് ചെയ്യാനും ഒരു കൈൻഡ് ഓഫ് ഓഡിയൻസ് ഉണ്ടാവുന്ന ഇവർക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ഇവര് മറ്റേ ഞാൻ പറഞ്ഞില്ലേ, സമൂഹത്തിനും കുടുംബത്തിനും നല്ല മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന ആൾക്കാരൊന്നും അല്ല. എല്ലാരെയും പറ്റിച്ച് ഇതൊരു കോണ്ടന്റ് ആക്കാനായിട്ടാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഈ കിടക്കുന്ന ആൾ ചെയ്യുന്നതിനേക്കാൾ റോങ് ആയിട്ടാണ് അവർ. കിടക്കുന്ന ആൾ റോങ് ആണെന്ന് ഞാൻ പറയില്ല. ഇനി ആരെങ്കിലും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കിടക്കുന്ന ആൾക്കാരെക്കാൾ വലിയ തെറ്റാണ് ഈ ഇതിനെപ്പറ്റി കുറ്റം പറയുന്ന കൊറയടിക്കുന്ന ആൾക്കാർ ചെയ്യുന്നത്. അതൊരു മോശമാണെന്നാണ് എൻ്റെ അഭിപ്രായം. എനിവേ വൈൽഡ് കാർഡ്സ് കൂടെ വന്നുകൊണ്ട് ഇത് ഗെയിം ചേഞ്ച് ആകും എന്നുള്ളത് നമുക്ക് എന്തായാലും കണ്ടറിയണം. ചേഞ്ച് ആയിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഫൈൻ, അല്ലെങ്കിൽ
ഞാൻ പറഞ്ഞല്ലോ ഈ സീസൺ ഇനിയിപ്പോൾ എത്ര ആൾക്കാർ എന്തൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാലും ഇപ്പോഴും ഈ സീസൺ ഒന്നും അപ്പായിട്ടില്ല, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു നല്ലൊരു രീതിയിലേക്ക് ഇത് മൂവ് ചെയ്തിട്ടില്ല. ഇത്ര ഫാസ്റ്റ് ആയിട്ട് ഒരു വൈൽഡ് കാർഡ് വരണമെങ്കിൽ തന്നെ കാരണം അതെ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മാറ്റം സംഭവിക്കേണ്ടത് ഭയങ്കര അനിവാര്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ആ ഇരിപ്പ് ഇരിക്കുന്നതിന്റെ ശക്തി അങ്ങ് കൂടിപ്പോകും. എന്തായാലും മാറ്റങ്ങൾ സംഭവിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ കാണാം.